അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥി ബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി നടനും ടി.വി.കെ നേതാവുമായ വിജയ്. സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെക്കുറിച്ച് ചർച്ച ചെയ്ത വിജയ് 3 ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗവർണർക്ക് നിവേദനം നൽകി. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി. റഹീസ്, സർക്കാരും പോലീസും അതിരൂക്ഷമായ വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഏറ്റുവാങ്ങിയ ഒരു കേസാണിത്. ഒപ്പം വിജയ് ഒപ്പമുണ്ട്, ഒരു സഹോദരനെ പോലെ എന്ന് ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവർക്കൊപ്പമുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ അടക്കം പ്രഖ്യാപിച്ചതുമാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ വിജയ് മുന്നോട്ട് വെക്കുന്നത്, ഗവർണർക്ക് മുന്നിൽ വെച്ചിരിക്കുന്നു? ഗോകുലി, അണ്ണാ സർവകലാശാല പീഡന വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം സമരമുഖത്താണ്. അപ്പോൾ അത്തരത്തിൽ ടി.വി.കെ കൂടി ആ സമരത്തിൻ്റെ ഭാഗമായി മാറുന്നു, പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ശക്തമായി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇതിലെ രാഷ്ട്രീയ വശം. മാത്രമല്ല, ഈ വിഷയത്തിൽ DMK സർക്കാരിനെ ഏറ്റവും അധികം വിമർശിക്കുന്നതാര് എന്നുള്ള കാര്യത്തിൽ ഈ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഇപ്പോൾ ഒരു മത്സരം തന്നെ നടക്കുന്നുണ്ട്. കാരണം ഏറ്റവും മുഖ്യമായി ഇതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വരുന്ന പാർട്ടി അതേത് എന്നാണ് അതിനെ ഒരു പ്രതിപക്ഷ പാർട്ടിയായി കാണുന്ന തരത്തിലേക്ക് തമിഴ്നാട് രാഷ്ട്രീയം മാറിയിട്ടുമുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് ഇന്ന് രാവിലെ വിജയുടെ ഒരു എൻട്രി ഉണ്ടാകുന്നത്. രാവിലെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമായി അദ്ദേഹം ഒരു തുറന്ന കത്തെഴുതുന്നു. തമിഴ്നാട്ടിൽ ഉണ്ടാകുന്ന സ്ത്രീകൾക്കെതിരെയായ എല്ലാ അതിക്രമങ്ങളെയും അടിച്ചമർത്തും, അതാണ് തൻ്റെ ലക്ഷ്യം. ഒപ്പം തന്നെ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷ താൻ ഉറപ്പു നൽകുന്നു. ഒരു സഹോദരനെ പോലെ എപ്പോഴും ഒപ്പമുണ്ടാകും എന്നുകൂടി വിജയ് ഉറപ്പു പറയുന്നു. പിന്നീടാണ് വിജയ് ഗവർണറെ കാണാനുള്ള ഒരു നീക്കം നടത്തിയത്. അത് ഏറ്റവും പ്രധാനമാണ്. കാരണം വിജയ് തൻ്റെ പാർട്ടി സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത് സത്യത്തിൽ ഒരു സംസ്ഥാനത്ത് ഗവർണറുടെ ആവശ്യമില്ല എന്ന് പോലും പ്രഖ്യാപിച്ച ഒരു നേതാവാണ്. മറിച്ച് ടി.വി.കെ പ്രസിഡന്റ് ആയതിനു ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം ഗവർണറെ കാണുക കൂടി ചെയ്യുന്നത്. അത്തരത്തിൽ 1 മണിയോടുകൂടി അദ്ദേഹം രാജ്ഭവനിലെത്തി ഗവർണറെ കാണുന്നു. പ്രധാനമായും 3 ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. അതിൽ തമിഴ്നാടിൻ്റെ ക്രമസമാധാന പ്രശ്നം കൃത്യമായി ഊന്നി പറഞ്ഞുകൊണ്ട് 3 പേജുള്ള ഒരു നിവേദനമാണ് ഗവർണർക്ക് മുന്നിൽ വിജയ് വെക്കുകയും ചെയ്തത്. അതിനോട് ഗവർണർ പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്തത് എന്ന് കൂടി ടി.വി.കെ നേതാക്കളിൽ നിന്നും വിവരം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വിജയ് കൂടി ഈ ഒരു സർക്കാരിനെതിരായ പോരാട്ടത്തിന്റെ ഭാഗമാവുകയാണ്. വരും ദിവസങ്ങളിലും പ്രതിഷേധങ്ങൾ ശക്തമാകുമെന്ന് ഉറപ്പാണ്. ഗോകുൽ. ശരി, മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.